ഫിലിം ഗ്യാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. 2023 ഈ വർഷത്തിലെ ഒരു വമ്പൻ ഇന്ത്യൻ സിനിമ കൂടി ഇനി തിയേറ്ററുകളിലേക്ക് എത്താനായിട്ടുണ്ടല്ലോ. അത് സലാർ എന്ന സിനിമയാണ്. നാളെയാണ് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ഡിസംബർ 22-ാം തീയതി നാളെ തിയേറ്ററുകളിലേക്ക് എത്തുന്ന പ്രശാന്ത് നീലിന്റെ, പ്രഭാസ് പൃഥ്വിരാജ് എന്നിവർ പ്രധാന റോളുകളിലെത്തുന്ന സലാർ പാർട്ട് 1 സീസ് ഫയർ നാളെ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയ ഏറ്റവും പുതിയ സിനിമകളുടെ ഇതുപോലെ പോസിറ്റീവ് അഭിപ്രായങ്ങളിൽ കുറഞ്ഞതൊന്നും തന്നെ നിലവിൽ നാം പ്രതീക്ഷിക്കുന്നില്ല. ഒരു കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് പ്രേക്ഷകരെ കാത്തിരിക്കുന്നുവെന്നാണ് നാം മനസ്സിലാക്കുന്നത്. സലാറിലെ ഏറ്റവും പുതിയ ഗാനം ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. സിനിമയുടെ ഏകദേശം 30 ലക്ഷത്തിലധികം ഇന്ത്യൻ ടിക്കറ്റ് വിൽപ്പനയാണ് ഇതുവരെ നടന്നിരിക്കുന്നത്. സിനിമയുടെ കേരള പ്രീസെയിൽ കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ 1.5 ലക്ഷത്തിലധികം ടിക്കറ്റുകൾ വിറ്റഴിക്കപ്പെട്ടപ്പോൾ ഇന്നലെ രാത്രിയോടെ 2 കോടിക്ക് മുകളിൽ കേരള പ്രീസെയിൽ കളക്ഷൻ നേടിയെടുത്ത സിനിമ ഇപ്പോഴത്തെ 2.48 ലക്ഷത്തിന് മുകളിൽ ഗ്രോസ് കളക്ഷനിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. പ്രഭാസിന്റെ ഏറ്റവും ഒടുവിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ ആദിപുരുഷ്, ഒപ്പം തന്നെ രാധേശ്യാം എന്നീ സിനിമകളുടെ ഫൈനൽ കേരള കളക്ഷനും ഇപ്പോഴത്തെ സലാർ മറികടന്നിരിക്കുകയാണ്. 1 കോടിയിൽ താഴെയായിരുന്നു രാധേശ്യാമിന്റെ ഫൈനൽ കേരള കളക്ഷൻ എങ്കിൽ 2 കോടിയോളം രൂപയായിരുന്നു ആദിപുരുഷിന്റെ ഫൈനൽ കേരള കളക്ഷൻ. ഇപ്പോഴത്തെ ഇത് രണ്ടും മറികടന്ന് വമ്പൻ തിരിച്ചുവരവിന് കേരള ബോക്സ് ഓഫീസിലും സലാർ എന്ന സിനിമയിലൂടെ പ്രഭാസ് ഒരുങ്ങുകയാണ്. ഇന്ന് രാത്രിയോടെ 3 കോടി ഫൈനൽ കേരള പ്രീസെയിൽ കളക്ഷൻ സിനിമ നേടിയെടുക്കുമെന്നാണ് നാം നിലവിൽ പ്രതീക്ഷിക്കുന്നത്. ഇനി മറ്റൊരു റിപ്പോർട്ടിലേക്ക് വരികയാണെങ്കിൽ ഇതുവരെ കേരള ബോക്സ് ഓഫീസിൽ റിലീസ് ചെയ്ത തെലുഗു സിനിമകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത 5 സിനിമകളുടെ ലിസ്റ്റ് പുറത്തു വന്നിരിക്കുകയാണ്. അതിൽ സലാർ എന്ന സിനിമ എവിടെ ഇടം നേടിയെടുക്കാൻ സാധ്യതയുണ്ട് എന്ന നമ്മുടെ ഒരു റിപ്പോർട്ടും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. കേരള ബോക്സ് ഓഫീസിൽ ഇതുവരെ റിലീസ് ചെയ്ത തെലുഗു സിനിമകളിൽ ഏറ്റവും കൂടുതൽ ഗ്രോസ് കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത് ബാഹുബലി 2 എന്ന മറ്റൊരു പ്രഭാസ് സിനിമയാണ്. രാജമൗലിയുടെ സംവിധാനത്തിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ 5.45 ലക്ഷമായിരുന്നു കേരള കളക്ഷൻ നേടിയെടുത്തത്. 2-ാം സ്ഥാനത്ത് വീണ്ടും ഒരു രാജമൗലി ചിത്രം തന്നെയാണ്. ട്രിപ്പിൾ ആർ എന്ന 2022 തിയേറ്ററുകളിലേക്ക് എത്തിയ 1000 കോടിക്ക് മുകളിലെ കളക്ഷൻ നേടിയെടുത്ത സിനിമയാണത്. 4 കോടിയായിരുന്നു സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള ഗ്രോസ് കളക്ഷൻ. 3-ാം സ്ഥാനത്ത് കോവിഡ് കാലത്ത് തിയേറ്ററുകളിലേക്ക് എത്തിയ അല്ലു അർജുന്റെ പുഷ്പ പാർട്ട് 1 ആണ്. സുകുമാർ സംവിധാനം ചെയ്ത അല്ലു അർജുൻ നായകനെത്തിയ സിനിമ 1.45 ലക്ഷമായിരുന്നു കേരളത്തിൽ നിന്നും 50% ഒക്യുപ്പൻസിയിലെ ഗ്രോസ് കളക്ഷൻ നേടിയെടുത്തത്. 4-ാം സ്ഥാനത്ത് പ്രഭാസിന്റെ തന്നെ സാഹോ എന്ന സിനിമയാണ്. 2019 തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ 1.19 ലക്ഷമായിരുന്നു കേരളത്തിൽ നിന്നും FT കളക്ഷൻ ആയിട്ട് നേടിയെടുത്തത്. 5-ാം സ്ഥാനത്ത് വീണ്ടും ഒരു അല്ലു അർജുൻ സിനിമയാണ്. എന്റെ പേര് സൂര്യ, എന്റെ വീട് ഇന്ത്യ എന്ന സിനിമയാണത്. ചിത്രം 90 ലക്ഷത്തോളം രൂപയായിരുന്നു ആദ്യ ദിവസം കേരളത്തിൽ നിന്നും ഗ്രോസ് കളക്ഷൻ നേടിയെടുത്തത്. ഈ ടോപ്പ് 5 ലിസ്റ്റിൽ സലാർ എന്ന സിനിമ ഇതിനോടകം തന്നെ ബാഹുബലി 2, ഒപ്പം തന്നെ ട്രിപ്പിൾ ആർ എന്നീ സിനിമകൾ ഒഴികെയുള്ള മറ്റെല്ലാ സിനിമകളെയും പ്രീസെയിൽ കളക്ഷൻ കൊണ്ട് തന്നെ മറികടന്നിരിക്കുകയാണ്. ബാഹുബലി 2, ട്രിപ്പിൾ ആർ എന്നീ സിനിമകളുടെ പൊസിഷൻ എല്ലാം തന്നെ തകരും എന്ന കാര്യത്തിൽ സംശയമില്ല. 1-ാം സ്ഥാനത്ത് ഇനി നാളെ മുതൽ സലാർ എന്ന സിനിമ ഇടം പിടിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല. എന്തായാലും ആദ്യ ദിവസത്തെ സിനിമയുടെ കേരള കളക്ഷൻ എവിടെ പോയി നിൽക്കുമെന്നാണ് നാം ഉറ്റുനോക്കുന്നത്. നിങ്ങൾ പ്രേക്ഷകർക്കും പ്രവചിക്കാം. കാത്തിരിക്കൂ കൂടുതൽ സിനിമകളുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ടാം.